ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐസ്ക്രീമാണ് ചെയ്യാൻ പോണത്. അപ്പോൾ വളരെ ഈസി ആയിട്ടുള്ള ഒരു ഐസ്ക്രീമാണ്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് വെച്ചാൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് വേഗം വീഡിയോയിലേക്ക് പോകാം. നമ്മളിന്ന് മേരിഗോൾഡ് ബിസ്ക്കറ്റ് വെച്ചിട്ടാണ് കേട്ടോ ഐസ്ക്രീം ചെയ്യാൻ പോണത്. അപ്പോൾ വളരെ ഈസിയാണ്. അപ്പോൾ ഒരു 10 ബിസ്ക്കറ്റാണ് ഞാനിന്ന് എടുത്തേക്കുന്നത് കേട്ടോ. അപ്പോൾ 10 ബിസ്ക്കറ്റ് കൊണ്ട് ചെയ്താൽ ഒരു 3-4 ആൾക്ക് കഴിക്കാനുള്ള ഐസ്ക്രീം ഉണ്ടാവും. അപ്പോൾ ഈ ബിസ്ക്കറ്റ് നമുക്ക് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഒരു മിക്സിയിലിട്ട് പൊടിച്ചെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് എന്തോരം ഐസ്ക്രീം വേണമെന്ന് വെച്ചാൽ അതിനനുസരിച്ചിട്ട് ബിസ്ക്കറ്റിൻ്റെ എണ്ണം കൂട്ടാം കേട്ടോ. ഇപ്പോൾ ബിസ്ക്കറ്റ് നന്നായി പൊടിച്ച് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 3/4 കപ്പ് പാല് ചേർത്ത് കൊടുക്കാം. കാച്ചി വെച്ചിട്ടുള്ള പാലാണ്. അതിപ്പോൾ ഫ്രിഡ്ജിൽ നിന്ന് ഡയറക്റ്റായിട്ട് ഒഴിച്ചു കൊടുത്താലും കുഴപ്പമില്ല. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കാം. മധുരത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ കണ്ടൻസ്ഡ് മിൽക്ക് ചേർക്കുന്നത്. ഒന്നുകൂടി അടിച്ചെടുത്ത് നമ്മൾ 1/2 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡറും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സിയിൽ ഒരു വട്ടം കൂടി അടിച്ചെടുക്കാം. ഇനി നമുക്ക് ഇതുപോലത്തെ ഒരു കണ്ടെയ്നറിലേക്ക് ആ മിക്സ് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ടിത് ടൈറ്റായിട്ട് അടച്ചിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ ഒരു 2 മണിക്കൂർ തണുക്കാൻ വേണ്ടി വെക്കാം. ഫ്രീസറിലാണ് വെക്കേണ്ടത് കേട്ടോ. 2 മണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്ക് കാണാം. ഇപ്പോൾ 2 മണിക്കൂർ കഴിഞ്ഞ് നമ്മൾ ഐസ്ക്രീം പുറത്തേക്ക് എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇത് കറക്റ്റ് ക്രീമി ആയിട്ടില്ല. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒന്നുകൂടി മിക്സിയിലിട്ടിട്ട് ഒരു 2 മിനിറ്റ് ഒന്ന് അടിച്ചെടുക്കാം. ഐസ്ക്രീം നല്ല ക്രീമി ആയിട്ട് കിട്ടാനാണ് ഇങ്ങനെ ചെയ്യണത്. ഇപ്പോൾ ഇത് നല്ല ക്രീമി ടെക്സ്ചർ ആയിട്ടുണ്ട്. ഇത് നമുക്ക് എയർ ടൈറ്റ് കണ്ടെയ്നറിലേക്ക് പകർത്തിയിട്ട് കുറച്ച് നട്ട്സും ചോക്കോ ചിപ്സും ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് അണ്ടിപ്പരിപ്പാണ്. ഞാനിങ്ങനെ ചെറുതാക്കി മുറിച്ചിട്ടിട്ട് ഇതിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. നിങ്ങൾക്ക് വേണമെങ്കിൽ പിസ്ത ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ എന്ത് നട്ട്സാണ് ഉള്ളതെന്ന് വെച്ചാൽ അതിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ചോക്കോ ചിപ്സ് നമ്മുടെ കയ്യിലുണ്ടെന്ന് വെച്ചാൽ അതും ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മളിത് ഐസ്ക്രീം കഴിക്കുമ്പോൾ നല്ല ഒരു ടേസ്റ്റ് ഉണ്ടാവും. അതിങ്ങനെ ഒരു കടിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരിക്കും. അതും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഭംഗിക്ക് വേണ്ടിയിട്ട് അതിൻ്റെ മുകളിൽ കുറച്ച് ചോക്കോ ചിപ്സ് ഇങ്ങനെ വെറുതെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതൊക്കെ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ചെയ്യാം കേട്ടോ. അതൊക്കെ ഓപ്ഷണലാണ്. ഉള്ളതിനനുസരിച്ചിട്ട് നമ്മൾ ചെയ്യാം. ഇനി നമുക്കിത് അടച്ച് ഒരു 6 മണിക്കൂർ ഫ്രീസറിൽ വെക്കണം. ഇപ്പോൾ ഇത് 6 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഐസ്ക്രീം കറക്റ്റായിട്ട് സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എപ്പോഴും ഒരു 5 മിനിറ്റ് പുറത്ത് വെച്ചതിന് ശേഷം ഈ ഐസ്ക്രീം ഇങ്ങനെ എടുക്കാം. അപ്പോൾ നമ്മുടെ കയ്യിൽ ഇപ്പോൾ സ്കൂപ്പൊന്നുമില്ല. അപ്പോൾ നമ്മൾ ഒരു സ്പൂണ് വെച്ചിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുകയാണ്. ഐസ്ക്രീം നല്ല ടേസ്റ്റുള്ള ഐസ്ക്രീമാണ് കേട്ടോ. ശരിക്കും നമ്മൾ കടയിൽ നിന്നൊക്കെ മേടിക്കണ ചോക്ലേറ്റ് ഐസ്ക്രീമിൻ്റെ ഒക്കെ ഒരു ടെക്സ്ചർ ശരിക്കും വന്നിട്ടുണ്ട്. കാണാനും നല്ല രസമുണ്ട്. അതുപോലെ തന്നെ കഴിക്കാനും വളരെ ടേസ്റ്റി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും നമ്മുടെ ഐസ്ക്രീം ട്രൈ ചെയ്ത് നോക്കാം. ഇപ്പോൾ ഈ ലോക്ക്ഡൗൺ ടൈമിൽ നമുക്ക് പുറത്തൊന്നും പോയിട്ട് അങ്ങനെ ഒന്നും മേടിച്ച് കുട്ടികൾക്ക് കൊടുക്കാനൊന്നും പറ്റില്ല. അപ്പോൾ ഇതേപോലെ മേരിഗോൾഡ് ബിസ്ക്കറ്റ് ഉണ്ടെങ്കിൽ ഈസി ആയിട്ട് നമുക്കിങ്ങനെ ഐസ്ക്രീം ഉണ്ടാക്കാം. അപ്പോൾ ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് വെച്ചാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അപ്പോൾ ടേക്ക് കെയർ ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്.